വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെയും ചരിത്രത്തെയും പശ്ചാത്തലമാക്കി മനുഷ്യാവസ്ഥകളുടെ ഭിന്നഭാവങ്ങൾ ആവിഷ്കരിച്ച ചലച്ചിത്രകാരനാണ് ഓർമ്മയാകുന്നത്. 70കൾക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും മികച്ച സംവിധായകനാരെന്ന ചോദ്യത്തിന് ആദ്യം പറയേണ്ട ഉത്തരം ശ്യാം ബെനഗൽ എന്നാണ്. സമാന്തര സിനിമകളുടെ തുടക്കക്കാരൻ, പലവട്ടം കൈവന്ന ദേശീയ പുരസ്കാരങ്ങൾ, 2005 സിനിമാ രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, പത്മ പുരസ്കാരം. അങ്ങനെ ഇനി എന്ത് തെളിയിക്കാനെന്ന ചോദ്യത്തിനു പോലും പ്രസക്തിയില്ലാത്ത വിധം സമ്പൂർണ്ണമാണ് ആ ജീവിതം. 12ാം വയസ്സിൽ അച്ഛൻ കൈമാറിയ ഒരു സ്റ്റിൽ ക്യാമറയിലൂടെയാണ് സിനിമയിലേക്കുള്ള യാത്രയുടെ തുടക്കം. പരസ്യക്കമ്പനിയിലെ ക്രിയേറ്റീവ് ഹെഡ്, പിന്നെ ഡോക്യുമെന്ററി സംവിധായകൻ, പിന്നീടാണ് ഫീച്ചർ ഫിലിമിലേക്കുള്ള വരവ്. സ്വദേശമായ തെലങ്കാനയിലെ യാഥാർത്ഥ്യങ്ങൾ തിരശീലയിലേക്ക് പകർത്തിയ അങ്കുർ എന്ന ആദ്യ ചിത്രം, ഷബാന അസ്മിയെപ്പോലൊരു കലാകാരിയെ നമുക്ക് സമ്മാനിച്ച ആ ഒരൊറ്റ ചിത്രം തന്നെ ഇതിഹാസത്തിന്റെ വരവറിയിക്കലായിരുന്നു. പിന്നീട് വന്ന ഓരോ ചിത്രവും റിയലിസ്റ്റിക് സിനിമയുടെ പാഠപുസ്തകങ്ങളായിരുന്നു. ദ റോൾ, ഭൂമിക, ജുനൂൻ, ആരോഹൺ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ ഫർഗട്ടൻ ഹീറോ, മന്ഥൻ, വെൽഡൻ അബ്ബ, അങ്ങനെ ദേശീയ പുരസ്കാരം നേടിയെടുത്ത പല ചിത്രങ്ങൾ. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ ടെലിവിഷൻ ആഖ്യാനം ഭാരത് ഏക് ഖോജ് പകരം വയ്ക്കാനില്ലാത്ത സൃഷ്ടിയാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 14 ശ്യാം ബെനഗലിന്റെ 90ാം പിറന്നാൾ. വൃക്ക തകരാറിലായതിനെ തുടർന്ന് ഏറെ നാളായി അവശതകൾ അലട്ടിയിരുന്നു. ഒടുവിൽ വൈകിട്ട് 6:30 മടക്കം. 24 മുംബൈ.